ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് പഴം പ്രഥമനാണ്. സദ്യയുടെ മെയിനായിട്ടുള്ള ഒരു പായസം തന്നെയാണ്. ഇപ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പഴംപ്രഥമൻ തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു 4 ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഒന്ന് കറക്കാൻ തുടങ്ങിയ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം. അപ്പോൾ അത് 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നിൽ ഏത്തപ്പഴം നമുക്ക് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ട് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചാണ് പായസം തയ്യാറാക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാലിൽ തന്നെയാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൊത്തം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാലിലാണ് ഞാൻ ഈ ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാല് നമ്മൾ ഈ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാലായിരിക്കും ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി അത് ഒന്ന് അടുപ്പ് കത്തിച്ച് നമുക്ക് ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പം തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പായസം കുടിക്കുന്ന സമയത്ത് കുറച്ച് നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുത്താൽ മതി. ഞാനിത് കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര വേണം. ശർക്കര ഞാൻ ഒന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അതും റെഡി ആയിട്ടുണ്ട്. ഈ തണുത്ത ഏത്തപ്പഴം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പായസം വെക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ അടുപ്പ് കത്തിച്ച് ചുവടുകട്ടിയുള്ള ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കടിക്കാൻ നമുക്ക് പായസത്തിൽ കിട്ടും. ഇനി ഇത് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഈ ഏത്തപ്പഴവും ഈ നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കേണ്ടതാണെങ്കിൽ അരിച്ചൊഴിച്ച് തന്നെ കൊടുക്കാം. ഞാനിവിടെ അരിച്ച് ഒഴിക്കുന്നുണ്ട്. ഈ പഴത്തിന് ലേശം പുളിയൂടെ വരുന്നതുകൊണ്ട് കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ഉരുക്കിയത് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയും ഈ പഴവും ഈ ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം. പഴവും ശർക്കരയും നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് 2-ാം പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പോളം തേങ്ങാപ്പാലാണ് 2-ാം പാൽ എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ആ 2-ാം പാൽ ഒഴിച്ചതും ശർക്കരയും പഴവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ലേശം ചുക്കും ജീരകവും ഏലക്കായും എല്ലാം കൂടെ പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പിന്നെ ലേശം 1 പിഞ്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്, ആ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാലോട് ചേർത്തിട്ട് വാങ്ങാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് 1-ാം പാൽ എടുത്തിട്ടുണ്ട്, കട്ടിപ്പാൽ. അതും കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിനെയും തിളയ്ക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് ഇളക്കി ഇങ്ങെടുത്താൽ മതി. അപ്പോൾ ഇതിനിപ്പോൾ വാങ്ങി വെക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങയും വറുത്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആദ്യമേ കുറച്ച് തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുക്കും. അത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കണില്ല, കാരണം പഴത്തിന് ലേശം ഒരു പുളിയുള്ളത് കാരണം ഞാൻ ഇനിയിപ്പോൾ മുന്തിരിങ്ങയുടെ ഞാൻ വറുത്തിടുന്നില്ല. ഇതും വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ സദ്യയിലൊക്കെ മെയിനായിട്ട് തയ്യാറാക്കുന്നതാണ് പഴം പ്രഥമൻ. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.